വെൽക്കം ബാക്ക് ടു മല്ലുദിയ വ്ളോഗ്സ്. നമ്മളിന്ന് വന്നേക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ്. എന്താണ് ആ കാര്യം? ബിഗ് ബോസ്. ബിഗ് ബോസ് സീസൺ 7 ആണല്ലേ? അതെ, സീസൺ 7 ആണ്. നമ്മുടെ എക്കാലത്തെയും മികച്ച ഏറ്റവും നമ്മുടെ മലയാളം ടെലിവിഷനിലെ ഏറ്റവും മികച്ച ഒരു പ്രോഗ്രാമാണ്. ഒരുപാട് ഫാൻസ് ഉള്ള പ്രോഗ്രാമാണ്. നമ്മളൊക്കെ പറയും നമ്മൾ ബിഗ് ബോസ് കാണത്തില്ല, ഞാൻ വീട്ടിൽ കാണത്തില്ല എന്നൊക്കെ എല്ലാരും പറയുമെങ്കിലും ഞാനും രഹസ്യമായും പരസ്യമായും പലരും ഈ ഒരു ഷോയെ വിലയിരുത്താറുണ്ട്. എല്ലാവരും വിലയിരുത്താറുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും അറ്റ് ലാസ്റ്റ് നമ്മുടെ ബിഗ് ബോസിന്റെ അവസാനിക്കുന്ന സമയത്ത് ഓരോ കണ്ടസ്റ്റന്റിനെ നമ്മൾ നന്നായിട്ട് ഓർത്ത് വെക്കും, ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. അത് എക്കാലത്തും അങ്ങനെ തന്നെ ആയിരുന്നു, ഈ കാലത്തും അതായത് ഈ സീസൺ 7 അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 2 മാസം കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇതിലെ ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ട് തുടങ്ങും. ഇനി അഥവാ ഒട്ടും കാണാത്തവരാണെങ്കിൽ ലൈക്ക് മീ, ഞാൻ കഴിഞ്ഞ സീസൺ അധികം കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ ലാസ്റ്റ് ഒക്കെ ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് അവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയണം. അപ്പോഴാണ് അതിന്റെ കാണാനുള്ള ഒരു ത്വര നമുക്ക് വരുന്നത്. ഓഫ് കോഴ്സ്. ഇപ്പൊ കാണാത്തവരാണെങ്കിൽ ആ സമയത്ത് എന്തായാലും അപ്പൊ നമുക്ക് നോക്കാം, നമുക്ക് ഓരോ ആൾക്കാരെ നമുക്ക് കാണാം. ഓക്കെ, ആദ്യത്തെ ആളെന്ന് പറഞ്ഞാൽ അനീഷ് ടി എ ആണ്. അനീഷ് ടി എ വരുന്നത് ഒരു കോമണർ ആയിട്ടാണ് നമ്മുടെ ബിഗ് ബോസിൽ ഒരു മാസം മൈജിയുടെ ഒരു കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. മൈജി കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ ഒരു കോമൺ റൈറ്റ് ഫസ്റ്റ് മെമ്പർ ആയിട്ട് വരികയാണ്. നമ്മുടെ മാസ് എൻട്രി ആയിട്ട് വരുന്ന ഒരാളാണ് അനീഷ് ടി എ. അനീഷ് ടി എ വന്നപ്പോൾ തൊട്ട് തന്നെ ബിഗ് ബോസ് ഹൗസ് സ്വന്തം വീട് എന്നുള്ള രീതിയിൽ കുറച്ച് ഓവർ കോൺഫിഡൻസ് കാണിച്ച് മറ്റുള്ളവരിൽ നിന്നും സ്പെഷ്യൽ ആവാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് ഫീൽ ചെയ്തോന്ന് എനിക്കറിയത്തില്ല, അറിയാമെങ്കിൽ കമന്റ് ചെയ്യൂ. ഓക്കെ, റൈറ്റർ ആണ്, കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം നല്ല റൈറ്റർ ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു സംസാര ശൈലിയൊക്കെ നല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹിത്യപരമായിട്ടുള്ള ഒരു സംസാര ശൈലി പ്രതീക്ഷിക്കും. എപ്പിസോഡ് കണ്ടതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹം റിയൽ ആയിട്ടല്ല ഇപ്പൊ നിന്നത്. പിന്നെ പുള്ളിക്കാരൻ സ്ത്രീവിരുദ്ധം എന്നുള്ള നയത്തോടു കൂടി അദ്ദേഹത്തിന് ആ ഒരു ടൈറ്റിലോട് കൂടി കൊണ്ടുവന്നതിന്റെ പിന്നിൽ ബിഗ് ബോസിന് എന്തായാലും ഒരു വലിയ പ്ലാനിങ് ഉണ്ടായിരിക്കണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരുപാട് സ്ത്രീകൾ പ്രത്യേകിച്ച് സമൂഹത്തിൽ അവരുടേതായ സ്ഥാനം തെളിയിച്ച ഒരുപാട് സ്ത്രീകൾ ഉള്ളൊരു സ്ഥലമാണ് നമ്മുടെ രേണു സുധിയൊക്കെ പോലെ അല്ലേ. അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഇദ്ദേഹത്തിന് എത്രത്തോളം ഇഷ്ടപ്പെടും എന്നുള്ളതനുസരിച്ച് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അല്ലേ, നമ്മൾ അനീഷ് ടി അല്ലേ നമ്മളെ അനുമോളിനെ വെൽക്കം ചെയ്യുന്ന ഒരു വീഡിയോ. അപ്പൊ അതിൽ തന്നെ നമ്മൾ അനീഷ് ടിയെ കുറച്ച് അനുമോളിനെ താഴ്ത്തി കെട്ടുന്ന കുറച്ച് ഡയലോഗ്സ് ഒക്കെ പറഞ്ഞില്ലേ, അവിടെ തന്നെ ഉണ്ട് പുള്ളിക്കാരൻ വന്നതിന്റെ വരവിന്റെ ഉദ്ദേശം തന്നെ അവിടെ ഇങ്ങനെ നമുക്ക് തുറന്നു കാട്ടുന്ന പോലെ നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ ആളെ നോക്കാം. രണ്ടാമത്തെ ആൾ വന്നിട്ട് നമ്മൾ അനുമോളാണ് ഗൈസ്. അനുമോൾ RS ആണ് രണ്ടാമത്തെ ആള്. രണ്ടാമത്തെ ആള് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഫേസ് ആണല്ലേ. അത് തന്നെ, അനുമോൾ RS എന്ന് പറയുമ്പോഴത്തേക്കും ബിഗ് ബോസിലെ മെയിനായിട്ട് ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിലെ ടാസ്കുകളൊന്നും അനുമോൾക്കൊരു ടാസ്ക് ആയിരിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർ മാജിക്കിൽ അത്രത്തോളം തലകുത്തി മറിഞ്ഞ് കഴിവ് തെളിയിച്ച ആളാണ്. ഗെയിമിലല്ലല്ലോ ബിഗ് ബോസിൽ പലപ്പോഴും കാര്യം ഉണ്ടാകുന്നത്. ഗെയിമിലാണ് കാര്യം എന്നുണ്ടെങ്കിൽ അനുമോൾ ഓൾറെഡി അതിന് സജ്ജയാണ്. പക്ഷേ മൈൻഡ് ഗെയിമിൽ അനുമോൾ എത്രത്തോളം വിജയിക്കുമെന്ന് എനിക്കറിയത്തില്ല. കാരണം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് അനുമോൾ അല്ലേ. അതെ, സെൻസിറ്റീവ് ആണ് പുള്ളിക്കാരത്തിന്റെ ഫസ്റ്റ് ഡെബ്യൂട്ട് കൊടുത്തേക്കുന്നത് 2014 അനിയത്തി എന്ന് പറഞ്ഞൊരു സീരിയലിലാണ്. അപ്പൊ അത് അന്ന് കയറിയ ആളാണ്. അപ്പൊ അന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് കയറിയ ആളാണ്. ഏകദേശം 10 വർഷത്തോളം ഏഷ്യാനെറ്റ് അതേപോലെ ടെലിവിഷൻ രംഗങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന ഒരാളാണ് അനുമോൾ. എത്രത്തോളം അതിജീവിക്കും എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിജീവിക്കാൻ കഴിയുമെങ്കിൽ ഒരു നല്ല കണ്ടസ്റ്റന്റ് ആയിരിക്കും ടൈറ്റിൽ വിന്നർ ആവാനായിട്ട് പോസിബിലിറ്റി ഉള്ള ഒരാളാണ്. കാരണം അത്രയും ഓഡിയൻസ് ഇപ്പോൾ തന്നെ അനുമോൾക്ക് ഉണ്ട്. അപ്പോൾ അടുത്ത ആള് ആരാണെന്ന് നോക്കാം. ആര്യൻ കത്തൂരിയ എന്ന് പറയുന്ന ആള് നമുക്ക് ആർക്കും ഫെമിലിയർ അല്ല. നമുക്ക് കാണാൻ പറ്റുന്ന പക്ഷേ ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ. ഒരു നോർത്ത് ഇന്ത്യൻ ടച്ചുള്ള ഒരാളും നമുക്ക് ലുക്ക് ലൈക്ക് ഒരു നോർത്ത് ഇന്ത്യൻ ടച്ചും പിന്നെ പേര് വന്നിട്ട് ഒരു നോർത്ത് ഇന്ത്യൻ പേരും ഒക്കെയാണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് ഒരു ഹിന്ദിക്കാരനാണോ. അങ്ങനെയല്ല, പുള്ളിക്കാരൻ മലയാള ഫിലിംസിലൊക്കെ ഫാലിമി വടക്കൻ എന്ന് പറയുന്ന ഫിലിംസിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നതിന്റെ പിന്നിൽ വളരെ വലിയ ഒരു പ്ലാനിങ് ആണ് ബിഗ് ബോസിനുള്ളത്. ഒരു ലവ് ട്രാക്ക് പിടിക്കുകയാണെങ്കിൽ ഈ പയ്യൻ എന്തായാലും ലാസ്റ്റ് 5 കണ്ടസ്റ്റന്റ്സിൽ ഒരാളായിരിക്കും. ഒരു ലവ് ട്രാക്ക് പിന്നെ ഇവൻ എത്രത്തോളം അവന്റെ ആ ഒരു ക്യാരക്ടർ വിട്ടു പോവാതെ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നനുസരിച്ച് അവന് അത്രത്തോളം ഫാൻസിനെ ഉണ്ടാക്കാൻ പറ്റും ഇല്ലേ. ഇനിയിപ്പോ ഇതിൽ എത്ര പേരെ പിടിച്ചു നിൽക്കാൻ നോക്കുന്നു അവരുടെയൊക്കെ തകിടം മറിക്കാൻ വേണ്ടി ഒരു വൈൽഡ് കാർഡ് എൻട്രിയും കൂടെ വരും.
ഓക്കെ മറ്റവർ അതിനെക്കുറിച്ച് സംസാരിക്കണ്ട. നമ്മുടെ ആര്യൻ കത്തൂരിയ പുള്ളിക്കാരൻ നല്ല ലുക്കാണ്, നല്ല മോഡലിംഗ് ആണ്. സോ മോഡലിംഗ് ആയതുകൊണ്ട് ബാക്കിയുള്ള കൺസിസ്റ്റൻസിനായിട്ട് വരണുണ്ട്. ഇപ്പൊ തന്നെ നമ്മുടെ പിന്നെ നമുക്ക് അറിയത്തില്ലല്ലോ, അനുമോളൊക്കെ കല്യാണം കഴിച്ചിട്ടില്ല. അനുമോളൊക്കെ ഒരു നല്ല പയ്യനെ തിരക്കി നടക്കുകയാണെന്ന് ആ ബിഗ് ബോസിന്റെ നമ്മുടെ എന്താണ് തുടക്കത്തിലുള്ള അനുമോളുടെ ചെറിയ ഷോർട്ട് വീഡിയോയിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല നമുക്ക് അറിയത്തില്ല, നമുക്ക് ഇനി ഈ ഒരു ആര്യൻ കത്തൂരിയ എത്ര പെൺകുട്ടികളുടെ അല്ലെ എത്ര സ്റ്റുഡൻസിന്റെ ഒരു ഫോൺ വാൾപേപ്പർ അല്ലെങ്കിൽ അത്രത്തോളം ഒരു ഫേമസ് ഒരു സ്റ്റാറ്റസ് ആയി മാറുക നമുക്ക് അറിയത്തില്ല അല്ലേ. നമുക്കത് കാണാം. അപ്പം അത് നമുക്ക് കാണാം. അടുത്ത നമ്മുടെ 4ാമത്തെ മെമ്പറാണ് കലാഭവൻ സരിക. കലാഭവൻ സരിക എന്ന് പറയുന്ന വ്യക്തി സ്വന്തം കോൺഫിഡൻസ് കൊണ്ട് കയറിയുന്ന ആളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ കോളേജ് കാലം തൊട്ട് തന്നെ കലാതിലകം അങ്ങനെയുള്ള രീതിയിലൊക്കെ വളരെ കഴിവ് തെളിയിച്ച ആരും സ്ത്രീകൾ പൊതുവേ കൈവയ്ക്കാത്ത കൊമേഡിയൻ എന്നുള്ള ഒരു സ്ഥാനത്ത് ധൈര്യപൂർവ്വം കടന്നു വന്ന ഒരു വ്യക്തിയാണ് കലാഭവൻ സരിക. കലാഭവൻ സരിക നമ്മുടെ ബിഗ് ബോസിലൊരു കിടുക്ക് വൈബ്രന്റ് എൻട്രി കൊടുക്കുന്ന ഒരാളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കൊമേഡിയൻ റോൾസ് ഒരുപാട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. പിന്നെ പുള്ളിക്കാരത്തേക്ക് ഒരു പബ്ലിക് ഫിയർ ഒന്നുമില്ല. ഒരു പബ്ലിക് സ്റ്റേജിൽ കയറി ഒരുപാടധികം വാതുറന്ന് സംസാരിച്ച് അങ്ങനെ കഴിവുള്ള എന്ന് വെച്ചാൽ ആ ഒരു അറപ്പ് മാറിയ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബിഗ് ബോസിൽ നന്നായിട്ട് പിടിച്ചു നിൽക്കാനുള്ള കഴിവുണ്ട്. ബിഗ് ബോസിനെ നേരിടാനുള്ള മൈൻഡോട് കൂടി തന്നെ ആയിരിക്കും സരിക ചേച്ചി വന്നിട്ടുണ്ടാവുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് സരിക ചേച്ചിക്ക് ഒരു ശത്രു ആയില്ല എന്നുണ്ടെങ്കിൽ, സരിക ചേച്ചി ഒറ്റയ്ക്ക് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായും സരിക ചേച്ചിക്ക് ഒരു നല്ല കണ്ടസ്റ്റന്റ് ആവാനുള്ള യോഗ്യതയെല്ലാം ഉണ്ട്. അടുത്ത ആളാണ് അക്ബർ ഖാൻ. അക്ബർ ഖാൻ ഒരു സിംഗറാണ്. അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തെ നേരിട്ടത്ര എനിക്ക് നല്ല പരിചയമില്ല. നേരിട്ടാരെയും പരിചയമില്ല. അത്രത്തോളം അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ഇദ്ദേഹത്തിന്റെ കഥകളൊന്നും നമ്മൾ കേട്ടറിഞ്ഞിട്ടില്ല. പക്ഷേ ഒരു സിംഗറാണെന്നറിയാം. ന്യൂലി മാരീഡ് ആണ്. അക്ബർ ഖാൻ ഏത് തരത്തിലായിരിക്കും നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 മാറ്റിമറിക്കാൻ പോകുന്നത് എന്നുള്ളത് എന്താണ് ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള നിലയ്ക്ക്. പിന്നെ നമ്മുടെ അക്ബർ ഖാൻ എന്ന് പറയുന്ന വ്യക്തി വന്നിട്ട് പട്ടുറുമാൽ, സരിഗമപ്പ എന്നീ പ്രോഗ്രാംസിലൊക്കെ പങ്കെടുത്ത ഒരാളാണ്. അപ്പം നമുക്ക് അങ്ങനെയൊക്കെ അറിയാമല്ലേ. പിന്നെ നല്ല സിംഗർ ആയതുകൊണ്ട് തന്നെ നമ്മളെ തൊണ്ട ഒരുപാട് പ്രശ്നത്തിലാക്കില്ലെന്ന് തോന്നുന്നു ഈ ബിഗ് ബോസിൽ വന്നിട്ട് അല്ലേ. കുറച്ച് സൈലന്റ് ആയിട്ട് നിൽക്കുമായിരിക്കും. അടുത്ത ആളെന്ന് പറയുന്നത് RJ ബിൻസിയാണ്. RJ ബിൻസി വിവാഹം കഴിച്ചിട്ടില്ല. 2 വർഷമായിട്ട് RJ എന്നുള്ള രീതിയിൽ പോപ്പുലറായി വരുന്ന ഒരാളാണ്. പുള്ളിക്കാരുടെ ഒരു ലുക്കും ഇതൊക്കെ കണ്ടിട്ട് ഒരു ആക്ടിവിസ്റ്റ് ആണെന്ന് തോന്നുന്നു. അപ്പൊ അത് ഞാൻ കറക്റ്റ് ആയിട്ടൊരു ഇത് അറിഞ്ഞുകൂടാന്ന് പറയുന്നത് ശരിയല്ല, പക്ഷെ തോന്നുന്നു. പിന്നെ RJ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം നല്ല വാക്ചാതുര്യം ഉള്ള ആളായിരിക്കും, കഴിവുള്ള ഒരാളായിരിക്കും. RJ ബിൻസിക്ക് വാതറത്ത് സംസാരിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബിഗ് ബോസിൽ ബാക്കിയുള്ളവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഓരോ വഴക്കിലും കയറി ഇടപെടാൻ തന്റേതായ ഒരു സ്പേസ് കണ്ടെത്തുന്ന ഒരു വ്യക്തിയായിരിക്കും, പറ്റുന്ന ഒരാളായിരിക്കും. ഓരോ വഴക്കിന്റെ ഇടയിലും കയറി അത് ശരിയല്ല അല്ലെങ്കിൽ അത് തെറ്റാണ് എന്നുള്ള രീതിയിൽ പെരുമാറാനുള്ളൊരു ഗട്ട്സ് എനിക്ക് ആ കുട്ടിയിൽ കാണുന്നുണ്ട് ഞാൻ. ഇതെല്ലാം നമ്മുടെ വീക്ഷണത്തിൽ നിന്നാണ് പറയുന്നത്. നിങ്ങൾ ഒരുപക്ഷെ കാണാൻ പോകുന്നത് അങ്ങനെ ആയിരിക്കില്ല. ഫസ്റ്റ് ഡേ ആണ് അവർ വന്നിട്ട് ഒരു ദിവസമേ ആയിട്ടുള്ളൂ. അപ്പം എത്രത്തോളം ശരിയാവും എത്രത്തോളം തെറ്റാവുന്നൊന്നും എനിക്കറിയത്തില്ല. ഇതിൽ ടൈറ്റിൽ വിന്നർ ആവാൻ സാധ്യത ഉള്ള ആള് ആരാണെന്നും എൻ്റെ മനസ്സിലൊരു ചെറിയൊരു ഊഹമുണ്ട്. പക്ഷെ അത് ഞാനിപ്പോൾ പറയുന്നില്ല. ഇല്ല, എനിക്കിപ്പോൾ തോന്നുന്നില്ല. എനിക്കൊരു 1 വീക്കൊക്കെ എടുത്തിട്ട് ഞാൻ പറയത്തുള്ളൂ. കാരണം സ്റ്റാർട്ടിങ്ങിൽ 1 വീക്കിൽ എല്ലാവരും ഫേക്ക് ആയിരിക്കും. ചില ആൾക്കാർ, വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ സ്വന്തം സ്വഭാവത്തിൽ നിൽക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നിൽക്കുന്നവർക്കാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഒരു അടി ഉണ്ടാവുന്നത്. ബാക്കിയുള്ളവരെല്ലാം ഇങ്ങനെ ഫേക്കായിട്ട് പോയി മുഖത്തോടെ നിൽക്കും. അപ്പോൾ അവരുടെയൊക്കെ മുഖം പയ്യെ അഴിഞ്ഞു തുടങ്ങും. ഒരു 1 വീക്ക് തൊട്ട് അഴിഞ്ഞു തുടങ്ങും. അതെ, പൊയ് മുഖത്തോടു കൂടി നിൽക്കും എങ്കിൽ പോലും വേറൊരു കാര്യം നമ്മൾ ചിന്തിക്കാനുള്ളത്, നമ്മൾക്ക് റിയൽ ലൈഫിൽ അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. റിയൽ ലൈഫിൽ നമ്മൾ കണ്ട് ഞെട്ടിത്തെറിച്ചിട്ടുള്ള ഒരുപാട് പേര് ഉണ്ട്. അതിനൊരു എക്സാമ്പിളാണ് രേണു ചേച്ചി. നമുക്ക് എത്തുന്നില്ല, അതിലോട്ട് എത്താം. ഓക്കെ ഗൈസ്, നമുക്ക് അടുത്ത ആളെ നോക്കാം. അടുത്ത ആളാണ് ഒണിയൽ സാബു. പുള്ളിക്കാരനെ കുറിച്ച് വലിയ ഐഡിയ എനിക്കില്ല. അല്ലെ, ചേട്ടനുണ്ടോ? അദ്ദേഹം വക്കീലാണ് എന്ന് ഞാൻ ഇങ്ങനെ കേട്ടിരുന്നു. പിന്നെന്താണ്, ശാരീരികമായിട്ടാണോ മാനസികമായിട്ടാണോ വൈകാരികമായിട്ടാണോ എനിക്ക് കണ്ടിട്ടൊരു പാവം ആളെ കണക്ക് തോന്നുന്നു. ഒരു പാവം പിടിച്ച ഒരാളെ കണക്ക്, എല്ലാവരുടെ ഇടയിൽ ഒരു കുത്തുവാക്കായി നിൽക്കുന്ന ഒരാളായി തോന്നലായിരിക്കും. ഏത് രീതിയിലാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം ഉറപ്പിക്കുക എന്നുള്ള രീതി ഒന്ന് നമുക്ക് കാണാം. എനിക്ക് ജിൻഡപ്പന്റെ ഒക്കെ ഒരു ലുക്ക് തോന്നി, ഇല്ലേ? നാഷണൽ ആൻഡ് ലോക്കൽ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ്, ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ, ഡെക്കാൻ ക്രോണിക്കിൾ, കൊച്ചി, ഇതിലൊക്കെ ഒരു കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ള ഒരാളാണ്. ഓക്കെ.
അപ്പൊ നല്ല ഒരു നോളജ് ഉള്ള ഒരാളാണ്, ഒരു അറിവുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ്. ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ഹൗസിൽ അറിവിനും കഴിവിനും ഒന്നും യാതൊരു സ്ഥാനവും ഇല്ലാത്ത രീതിയിലാണ് എനിക്ക് ഇന്ന് വരെയും ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു മെന്റൽ സ്ട്രെങ്ത് വേണം, അത് മെയിൻ ആണ്. മെന്റൽ സ്ട്രെങ്തും എന്താണ്, പ്ലസ് നമുക്ക് ആ ഒരു സംസാരിക്കാനുള്ള ഒരു കഴിവ്, നമുക്കെതിരെ വരുന്ന എന്താണ് അനീതികളെ വകവയ്ക്കാതിരിക്കുക. നമുക്കറിയാം നമ്മളാണ് ആ ഗെയിം ജയിച്ചതെന്ന്, പക്ഷെ നമ്മളല്ല ജയിച്ചത് എന്ന് അവർ വരുത്തി തീർക്കുകയാണെങ്കിൽ അതിനോട് നമ്മൾ യോജിച്ച് നമ്മൾ മാനസികമായി തളരാതെ പോവുക. അതാണ് ബിഗ് ബോസിന്റെ ഒരു നയം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, അടുത്ത ആൾ വന്നിട്ട് ബിന്നി സെബാസ്റ്റ്യൻ ആണ്. ബിന്നി സെബാസ്റ്റ്യൻ എനിക്കറിയുന്നത് ഒരു സീരിയലിൽ കൂടെയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, ഗീതാ ഗോവിന്ദ അല്ലേ. ഗീതാ ഗോവിന്ദത്തിലെ ഗീതയായിട്ട് അഭിനയിച്ചതാണ് ബിന്നി സെബാസ്റ്റ്യൻ. ഡോക്ടർ ബിന്നി സെബാസ്റ്റ്യൻ ആണ്. ടെലിവിഷൻ ആക്ട്രസ് ആണ് അല്ലേ. പിന്നെ അല്ലാണ്ട് എനിക്ക് വേറെ രീതിയിൽ അറിയത്തില്ല. പുള്ളിക്കാരത്തി അങ്ങനെ ഒരു ഫെയിം കിട്ടി വന്ന ഒരാളാണ്, ആക്ട്രസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയത്തില്ല ബിഗ് ബോസിൽ എത്രത്തോളം അഭിനയിക്കുമെന്ന് നമുക്കറിയില്ല അല്ലേ. പുള്ളിക്കാരത്തിക്ക് അഭിനയിച്ച് നിൽക്കാനുള്ള ഒരു കഴിവുണ്ട്, അത് റിയൽ സ്വഭാവത്തിലേക്ക് കാണിക്കുമോ എന്നും അറിയത്തില്ല അല്ലേ. എന്തായാലും 27 മണിക്കൂറും ക്യാമറ സർവൈലൻസ് ഉള്ള ഒരു സ്ഥലത്ത് നമുക്ക് ഫുൾ ടൈം അഭിനയിക്കാൻ ആർക്കും പറ്റൂല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പോരാത്തതിന് ബെന്നി സെബാസ്റ്റ്യനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് നല്ല ഒരു സപ്പോർട്ട് ഓഡിയൻസ് അമ്മമാരുണ്ട്. കേരളത്തിൽ ഒരുപാട് അമ്മമാർക്ക് ഇഷ്ടപ്പെട്ട ഒരു മരുമോൾ എന്നുള്ള രീതിയിൽ ബെന്നി സെബാസ്റ്റ്യൻ അവരുടെ മനസ്സുകൾ കീഴടക്കാൻ സാധ്യതയുണ്ട്. പോരാത്തതിന് ആ കുട്ടിയുടെ കണ്ണുനീരിന് ബിഗ് ബോസ് ഉത്തരം പറയേണ്ടി വരും കേരളത്തിലെ പല അമ്മമാരോട്. അതെ. അടുത്ത ആള് വന്നിട്ട് അഭിശ്രീയാണ്. അഭിശ്രീനെ എനിക്കറിയാവുന്നത് ഒരു സീരിയൽ വഴിയാണ്. സീരിയൽ നെയിം എനിക്ക് ഓർമ്മയില്ല. അതിലൊരു വില്ലൻ ക്യാരക്ടർ ചെയ്തിട്ടുള്ള ഒരാളാണ് അഭിശ്രീ എൻ്റെ ഓർമ്മയിൽ. അതിനുശേഷം ഞാൻ അറിയുന്നത് യൂട്യൂബർ, ഒരു ഹസ്ബൻഡും വൈഫും കൂടെ ചേർന്നിട്ടുള്ള യൂട്യൂബർ. എനിക്ക് ആ വൈഫിന് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു പാട്ട് ലജ്ജാവതി എന്ന പാട്ടാണോ അതിന്റെ ഏതോ ഒരു ഡാൻസ്, അത് അടിപൊളി ഡാൻസ് ആണ് കേട്ടോ അവരത്. അഭിശ്രീ എന്ന് പറയുന്ന അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം എല്ലാവർക്കും കണ്ടു പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ തരുന്ന ഒരാളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചെറിയ ഒരു ഡിസബിലിറ്റി വെച്ചിട്ട് കൂടി അത് ഉള്ള ഒരാളായിട്ടേ അല്ല അദ്ദേഹം ജീവിക്കുന്നത്. ക്രിക്കറ്ററാണ്, സ്പോർട്സ് ചെയ്യുന്നുണ്ട്, ഡാൻസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് മേഖലകളിൽ അദ്ദേഹം സ്വന്തം കഴിവ് വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാളാണ് അഭിശ്രീ. സ്വന്തമായിട്ട് ഞാൻ ചേട്ടാ ഇപ്പൊ പറഞ്ഞപ്പോഴും ഞാൻ അപ്പോഴാണ് യൂട്യൂബിൽ നോക്കിയത്, കാല് ഡിസബിലിറ്റി ഉള്ള ആളാണോ. സത്യമായിട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. എനിക്ക് എന്റെ കാഴ്ചപ്പാടിൽ നല്ലൊരു ആക്ടറാണ്, ഡാൻസറാണ്. അപ്പൊ കാല് ഡിസബിലിറ്റി ഞാൻ ചേട്ടനോട് അതിനു വേണ്ടി ഒരുപാട് വാദിച്ചു, പക്ഷെ ഞാൻ കണ്ടപ്പോൾ മനസ്സിലായി. പോരാത്തിന് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പെട്ടെന്ന് ദേഷ്യം വരും എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബിഗ് ബോസിന്റെ തന്നെ ആ ഒരു വീഡിയോയിൽ എനിക്ക് വളരെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനും അദ്ദേഹത്തെ കുറച്ച് ഒരു ദേഷ്യക്കാരനായിട്ട് തന്നെയാണ് കാണുന്നത് അല്ലേ. ഓക്കെ, നമ്മുടെ അടുത്ത ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? റെന ഫാത്തിമ. കൊച്ചുകുട്ടിയാണ് അല്ലേ? കൊച്ചുകുട്ടിയാണ്, 19 വയസ്സേ ഉള്ളൂ റെന ഫാത്തിമ. കൊച്ചുകുട്ടി എന്ന് പറഞ്ഞൂടാ, 18 വയസ്സ് കഴിഞ്ഞാൽ പൗരനാണ്. പക്ഷെ പുള്ളിക്കാരത്തി പൗരൻ പോലെയാണ്, നമ്മളെ പോലെയൊക്കെയാണോ? ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, അതും നല്ല ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻഫ്ലുവൻസറാണ്. പുള്ളിക്കാരത്തിക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. ഇവർ തമ്മിൽ ഒരുപാട് യാത്രകൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് ചുറ്റുന്നുണ്ടല്ലേ, കറങ്ങുന്നുണ്ട്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 40 വയസ്സുള്ള നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കൊച്ചുകുട്ടി എന്ന് ഞാൻ ആദ്യം വിശേഷിപ്പിച്ച ആ കുട്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവളെ കൊച്ചുകുട്ടിയായിട്ട് കരുതാൻ പറ്റൂല. കുറച്ച് ട്രാവൽ വീഡിയോസ്, ഫാഷൻ വീഡിയോസ്, കുറച്ച് ഗട്ട്സ് ഉള്ള കൂട്ടത്തിലുള്ള കുട്ടിയാണത് അല്ലേ. ഓഫ് കോഴ്സ്. പിന്നെ ആ ഒരു പ്രായവും അവളുടെ എക്സ്പീരിയൻസും വെച്ച് അവൾ എത്രത്തോളം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വലിയ ഷോയിൽ പിടിച്ചു നിൽക്കും എന്നുള്ളത് നമുക്ക് കാണാം. റെന ഫാത്തിമയെ കുട്ടിയായിട്ട് കരുതണ്ടേ, കാരണം വലിയ ആൾക്കാരുടെ കൂടിയും വാദിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടായിരിക്കും എനിക്ക് തോന്നുന്നത്. പേഴ്സണലി എനിക്ക് തോന്നുന്നു അങ്ങനെ ആയിരിക്കും, കാരണം അതുകൊണ്ടല്ലേ ബിഗ് ബോസ് അങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്ത് സെലക്ട് ചെയ്തത്. ഐ നോ. ഓക്കെ, അടുത്ത നമ്മുടെ വ്യക്തിയാണ് മുൻഷി രഞ്ജിത്ത്. നമ്മൾ ഒരുപാട് സീരിയൽസിൽ കണ്ടിട്ടുള്ള ഒരാളാണ്. പണ്ട് കാലം തൊട്ട് തന്നെ നമ്മുടെ ഏഷ്യാനെറ്റിലും അതേപോലെ ടെലിവിഷൻ രംഗത്തും ഞാൻ കൂടുതൽ ഏഷ്യാനെറ്റിലാണ് കണ്ടുള്ളത്. ഏഷ്യാനെറ്റ് ഫാമിലിയിൽ ഒരു മെമ്പറാണ് നമ്മളെ മുൻഷി രഞ്ജിത്ത്. പണ്ട് തൊട്ടേ ഉള്ള ആളാണ്. മുൻഷി എന്ന് പറയുന്ന പരിപാടിയിലൂടെയാണ് അദ്ദേഹം പോപ്പുലർ ആവുന്നത്. അതെനിക്ക് അറിയത്തില്ലായിരുന്നു സാറേ. അപ്പം അദ്ദേഹം ഒരു അമ്മാവൻ വൈബ് ആവാനാണ് സാധ്യത. എന്നൊക്കെ പറയൂലേ, അറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ ബിഗ് ബോസ് സീസൺസിലും ഇങ്ങനെ ഒരാൾ കാണുമല്ലോ, ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി കാണും. ആദ്യത്തെ ഒരു 3 വീക്സിലൊക്കെ അവരൊരു അമ്മാവൻ വൈബിലൊക്കെ കൊണ്ടിരുത്തും, തല മൂത്ത ഗ്രഹനാഥൻ എന്ന് കൊണ്ടിരുത്തും എന്നുള്ളതിനൊക്കെ. അത് കഴിഞ്ഞിട്ടായിരിക്കും പുള്ളിക്കാരന്റെ ഗെയിം എങ്ങനെയാണെന്നൊക്കെ നോക്കിക്കൊണ്ട് നമ്മള് അതിലോട്ട് എല്ലാരും അടികൂടാൻ വരുന്നതും വിട്ടുകളയുന്നതൊക്കെ അങ്ങനെയാണ്. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ. അടുത്ത ആള് വന്നിട്ട് ഗിസേലെ തക്രാൽ.
ഞാൻ പേര് പറഞ്ഞത് പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന് അറിയത്തില്ല. ഗിസേല തക്രാർ. ഓ, അങ്ങ് നോക്കിയിരിക്കുകയാണ്. ഞാൻ ഈ നമ്മളെ മലയാളി പയ്യന്മാരുടെ രോഞ്ചാമമാകാൻ പോകുന്ന കുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഹിന്ദിക്കാരിയാണോ? ആണല്ലേ, ഹിന്ദിക്കാരിയാണ്. അടാറ് മോഡലാണ് നമ്മുടെ മോഡലാ. ഒരു മോഡലിംഗ് നല്ല മോഡലായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ കണ്ടിരുന്നു. ബിഗ് ബോസ് സീസൺ 9 ഹിന്ദിയില് ബിഗ് ബോസ് സീസൺ 9 കോണ്ടസ്റ്റന്റ് ആയിരുന്നു. ഇപ്പൊ ഇവിടെ അപ്പം നല്ല പരിചയമുള്ള ആളാണ്. എങ്ങനെ കളിക്കണം, എങ്ങനെ കളി പഠിപ്പിക്കണം എന്നറിയാവുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഗിസേല തക്രാർ. അപ്പൊ ഇവിടെ വന്ന് എങ്ങനെയൊക്കെയാണ് നമ്മുടെ പാവപ്പെട്ട അനുമോളിനെയൊക്കെ എങ്ങനെയാണ് വരച്ചവരെ നിർത്തുമോ ഇല്ലയോ, അവർ തിരിച്ചാക്കുമോ നമുക്ക് അറിയത്തില്ലല്ലോ അല്ലേ. പക്ഷെ ഒരു കാര്യമുള്ളതെന്നറിയാവോ, ഇത് കേരളമാണ്. മലയാളം അറിയാവോ? മലയാളം അറിഞ്ഞുടങ്ങി പഠിച്ചോളൂ. 100 ദിവസം നിൽക്കുകയല്ലേ, ചീട്ട് മേടിച്ചോളൂ. അത് മലയാളം അറിയാതിരിക്കൂല, കുറച്ചെങ്കിലും മലയാളം അറിയാമായിരിക്കണം അല്ലേ. പിന്നെ പുള്ളിക്കാരി നമുക്ക് എല്ലാവർക്കും ഒരു എന്റർടൈൻമെന്റ് ആയിരിക്കും, പ്രത്യേകിച്ച് നമ്മുടെ പയ്യന്മാർക്ക്. കേട്ടോ മക്കളെ? അയ്യോ, സ്വിമ്മിംഗ് പൂളൊന്നും ഇല്ലെന്ന് അറിഞ്ഞു കേട്ടോ. ഉണ്ടാകും അറിയത്തില്ല. സ്വിമ്മിംഗ് പൂളാ ഇല്ലെങ്കിലും ടാസ്കിലെങ്കിലും സ്വിമ്മിംഗ് പൂള് വെക്കും. ഓക്കെ, നമ്മുടെ അടുത്ത മെമ്പർ എന്ന് പറയുന്നത് നമ്മുടെ ഫേവറേറ്റ് ആണ് അല്ലേ. എനിക്ക് ഫേവറേറ്റ് അല്ല, ബട്ട് ആ പുള്ളിക്കാരത്തെ കണ്ടപ്പോൾ എനിക്ക് ഇയാളോട് ഉണ്ടോ. നമ്മുടെ സ്വന്തം സരിക KB ആണ്, നമ്മൾ ഇന്റർവ്യൂർ ആണ് അല്ലേ. സരിക എല്ലാവർക്കും അറിയാം. നമ്മുടെ ഇടയ്ക്ക് വെച്ച് രേണു സുധിയും സരികയായിട്ടൊരു ഒരു ഇന്റർവ്യൂ എന്നാണ് ഞാൻ സത്യം പറഞ്ഞ ഈ സരിക KB എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ കാണുന്നത്. ഞാനാണ് കാണിച്ചു കൊടുത്തത് കേട്ടാ. കാരണം ഞാൻ എന്താ ഇവിടെ യുദ്ധം നടക്കുന്നു, രേണു സുധിയും നമ്മുടെ സരികയും കൂടെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർക്ക് കട്ടയ്ക്ക് അടിച്ചു നിന്ന് തെളിയിച്ചിട്ടുണ്ട് ഇതിന് മുമ്പ് തന്നെ. അതായത് ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് തന്നെ അവർ പുറത്തു നിന്ന് പക്ഷെ അത് സ്ക്രിപ്റ്റഡാണെന്നൊക്കെ പറയുന്നുണ്ട്, അറിയത്തില്ല. പക്ഷെ എന്തായാലും നമ്മൾ അതിന് മുമ്പൊക്കെ നമ്മുടെ രേണു സുധിയൊക്കെ എന്ത് പ്രശ്നം വന്നാലും നമ്മുടെ സരിക KB മുന്നിട്ട് നിന്ന് അതിനു വേണ്ടിയൊക്കെ സംസാരിക്കുന്ന ഒരാളാണ്. നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ അകത്തെന്ന് അറിയത്തില്ല. ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് കാണുമോ അതോ പൊട്ടിപ്പാളിസായി വീണ്ടും വാക്തർക്കത്തിലോട്ട് പോകുമോ, അതുപോലെ ഇവരുടെ ഒരു ഒന്നിച്ച് നിന്ന് വേറെ ആർക്കെങ്കിലും എതിരെ പോകുമോ എന്ന് നമുക്ക് അറിയത്തില്ല. നമുക്ക് നോക്കാം. രണ്ടുപേരും എന്തായാലും നല്ല സംസാരിക്കാൻ കഴിവുള്ള വ്യക്തികളാണ്. ഗൈസ്, ഇനി അടുത്ത ആളുടെ പേരാണ് ഷാനവാസ് ഷാനു. നമുക്ക് എല്ലാവർക്കും അറിയാം, ചുള്ളൻ. ഇപ്പോഴും ചുള്ളനായിട്ട് ഇരിക്കുകയാണ്. കാരണം എനിക്കറിയാവുന്ന എന്റെ കൊച്ചിലെ കുങ്കുമപ്പൂവിലെ രുദ്രനാണോ? തന്നെ ഇപ്പോഴും എല്ലാവർക്കും ഓർമ്മയുണ്ടെന്നാണ് ആ ഒരു നെയിം. അപ്പൊ അന്ന് ചുള്ളനായിരുന്നു, ഇപ്പോഴും ചുള്ളൻ തന്നെയാണ്. ഇദ്ദേഹത്തിന്റെ വേറെ ഒരു ഷോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അതായത് ഒരു റിയാലിറ്റി ഷോ തന്നെ. അതിലൊക്കെ വളരെ ജെന്യുവിൻ ആയിട്ട് മത്സരിച്ച് ഒരു സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വന്തം നിലയിൽ നിൽക്കാൻ ഇദ്ദേഹം കൂടുതൽ നിർബന്ധിതനാകും. ഓൾറെഡി ഒരു നല്ല മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മുടെ സമൂഹം അറിയപ്പെടുന്ന ഒരാളാണ്. നല്ല മനുഷ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു നായകൻ അല്ലേ. സീരിയൽ രംഗത്ത് അതേപോലെ തന്നെ ഒരുപാട് അമ്മമാരുടെയും ഒക്കെ ഒരു ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറായിട്ടൊക്കെ നിന്നിട്ടുള്ള ഒരാളാണ്. പക്ഷെ അതൊന്നും നമ്മുടെ ബിഗ് ബോസിലൊരു സ്ഥാനമേ വഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താകുമെന്ന് നമുക്ക് കണ്ടറിയാം. എന്തായാലും സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആവാനാണ് സാധ്യത. അതെ, അടുത്ത കണ്ടസ്റ്റന്റ് ആണ് നെവിനെ പറ്റി എനിക്ക് ഒരു ഡീറ്റെയിൽസ് അറിയത്തില്ല. എനിക്ക് പക്ഷെ കണ്ടപ്പോൾ തന്നെ ഒരു സ്റ്റൈലിസ്റ്റ് ആണെന്ന് മനസ്സിലായി. സ്റ്റൈലിസ്റ്റും ആണ്, കൊറിയോഗ്രാഫറും ആണ്. ചുള്ളനാണ്. ഇന്നലെ വന്നപ്പോൾ ഞാൻ ഒന്ന് പേടിച്ചു. ആദ്യം കണ്ടപ്പോൾ മുടിയൊക്കെ ഉണ്ട്. അതെ, അപ്പിയറൻസ് ഫേസ് കാണുമ്പോഴേ അറിയാം ഒരു നല്ലൊരു സ്റ്റൈലിഷ് ലുക്കുള്ള ഒരാളാണ്, സ്റ്റൈലിസ്റ്റ് ആണ്. ഓക്കെ, അപ്പം പുള്ളിക്കാരനെ പറ്റി അധികം ഡീറ്റെയിൽസ് അറിയാത്തതുകൊണ്ട് നമ്മളൊന്നും മിണ്ടായിരിക്കുന്നതായിരിക്കും. അതാണ് ബെറ്റർ. നമുക്ക് കാണാം എങ്ങനെയാണ് നല്ല വൈബ്രന്റ് ആയിട്ട് നല്ല ജില്ലായിട്ട് എല്ലാവരുടെയും സ്റ്റൈലിസ്റ്റ് ആയിട്ട് നല്ല കിടക്കാരെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നു. വൈബായിട്ട് നിൽക്കും എനിക്ക് തോന്നുന്നു. വൈബ് ആക്കുമോ, ആ വൈബ് പ്രശ്നമാകുമോ, ആ വൈബ് പ്രശ്നമാകുമോ എന്ന് നമുക്ക് നോക്കാം. അടുത്ത ആളാണ് നമ്മുടെ ഫേമസ് ആദില ആൻഡ് നൂറ. നമുക്കറിയാമുള്ള ഫേമസ് ലെസ്ബിയൻ കപ്പിൾസ് ആണ്. ഇവരുടെ വീഡിയോസ് ഒക്കെ ഞാൻ എന്നും കാണാറുണ്ട് കേട്ടോ. ഇവർക്ക് ഒരുപാട് എപ്പോഴും നെഗറ്റീവ് കമന്റ്സ് ആണ്. അവരുടെ റിയൽ ലൈഫിൽ അവർ അനുഭവിച്ച് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം അവർക്കൊന്നും അല്ല എന്ന് എനിക്ക് പറയേണ്ടി വരും അല്ലേ. അവർ അത്രയും റിയൽ ലൈഫിൽ ക്രൂശിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാർ. എന്നിട്ടും അവർ സ്വന്തം നിലപാടിൽ നിന്നും മാറി നിൽക്കാതെ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നു, ഈ സമൂഹത്തെ അത് കാണിക്കുന്നു. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള രണ്ടുപേരായിട്ടാണ് ഞാൻ അവരെ കാണുന്നത്. അവരുടേതായ ചിന്താഗതികൾക്ക് യോജിക്കാത്തവർ അവരെ ഒരുപക്ഷെ തെറി വിളിച്ചേക്കാം. പക്ഷേ എന്ത് തന്നെ ആയാലും അവർ നല്ല സ്ട്രോങ് ആയിട്ടുള്ള രണ്ടുപേരായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും നല്ല ലുക്കുള്ള മൊഞ്ചത്തികളാണ്. അപ്പം നമുക്ക് ഇടയിൽ ആരെങ്കിലും ഒരു തേർഡ് പേഴ്സൺ ആയിട്ടൊരു മൊഞ്ചന് കയറി വന്നൊരു ലവ് ട്രാക്ക് പിടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും അവരുടെ ഒരു സ്വഭാവത്തിൽ ഇതുവരെ പുറത്ത് കാണിച്ചിരുന്ന ആ സ്വഭാവത്തിൽ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ വലിയ സീനാവും. അത് മാത്രമേ പറയാനുള്ളൂ. രണ്ടുപേരും അതിനകത്തുള്ളത് കൊണ്ട്
എനിക്കത്ര ഇഷ്യൂ ഉണ്ടാവില്ലായിരിക്കും, എപ്പോഴും വിഷയം ഉണ്ടാകില്ല എന്ന് തോന്നുന്നു. മെയ്ഡ് ഫോർ ഈച്ച് അതർ ആയിരിക്കും. ഓക്കെ, നമ്മുടെ അടുത്ത മെമ്പറാണ് ശൈത്യ സന്തോഷ്. എനിക്ക് പുള്ളിക്കാരത്തിന്റെ ഫേസ് കാണുമ്പോഴേ പണ്ടൊക്കെ തോന്നുന്നത്, കാണുമ്പോൾ ഓർമ്മ വരുന്നത് കോമഡി സ്റ്റാർസിലെ ഒരു ക്യൂട്ട് ആയിട്ടൊരു ഗേൾ ആണ്. പക്ഷെ എനിക്ക് ഇപ്പൊ മനസ്സിലായി ക്യൂട്ട് തന്നെയാണ്. ബട്ട് സ്റ്റിൽ മറ്റേ ആ ശ്വേത മേനോൻ ആ ഒരു ഷോയിൽ അവാർഡ് ലാസ്റ്റ് ഫൈനൽ അവാർഡ് കൊടുത്ത പോലെ, അതല്ല റണ്ണറപ്പ് ആണ് തോന്നുന്നു, ഫസ്റ്റ് പ്രൈസ് അല്ല, എന്തായാലും അതിന് സെക്കൻഡ് പ്രൈസ് അങ്ങോട്ട് കൊടുത്തപ്പോ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ ഒരു അമ്മയും മകളുമായിട്ടാണ് എനിക്ക് ശൈത്യ സന്തോഷിന് ആ ഒരു മകളായിട്ടാണ് എനിക്ക് ഓർമ്മയുള്ളത്. അപ്പൊ വേണ്ട എന്ന് പറഞ്ഞ ശ്വേതേനെ അപമാനിച്ചു, നിരസിച്ചുകൊണ്ട് അപമാനിച്ചു എന്ന് പറയാൻ പറ്റില്ല, അവരുടെ കാഴ്ചപ്പാടിൽ അപമാനിച്ചതല്ല, അവര് പ്രൈസ് നിരസിച്ചു. എനിക്കത് പൊതുവെ അപമാനിച്ചായിട്ടാണ് തോന്നുന്നത്. എന്തായിക്കോട്ടെ, ഒരാൾ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ്, ഒരു അവാർഡ്, അത് നമ്മൾ വേണ്ടാന്ന് വയ്ക്കുമ്പോൾ അത് ആ ആൾക്കൊരു ഇതല്ലേ. നമ്മളെ ശ്വേതമേനോൻ നമുക്കറിയാലോ, വലിയൊരു ആക്ട്രസ് അല്ലേ. ഈ കുറച്ച് നാളൊക്കെ അഹങ്കാരികളായ ഒരു അമ്മയും മോളും ആണെന്നൊക്കെ നമ്മളെല്ലാരും പറഞ്ഞു നടന്നല്ലേ. അത്രത്തോളം ക്രൂശിക്കപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് ശൈത്യ സന്തോഷ്. എന്നിട്ടും അവർ പതറാണ്ട് തിരിച്ചു പറഞ്ഞുകൊണ്ടേ നിന്നു. ഇടയ്ക്ക് പിന്നെ അവർ കരഞ്ഞുകൊണ്ടൊക്കെ വീഡിയോസ് ഒക്കെ ഇട്ടു, നമ്മൾ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടെങ്കിലും സ്റ്റിൽ അവരെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അതാണ് ഓർമ്മ വരുന്നത്. ഒരു തവണ നമ്മൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ആ കാര്യമല്ലേ ജനങ്ങൾക്ക് മനസ്സിൽ ഓർമ്മ വരത്തുള്ളൂ. അപ്പൊ നമുക്ക് ഈ ബിഗ് ബോസിൽ വന്ന് എനിക്ക് എന്ത് തെറ്റ് കാണിക്കുന്ന അറിയത്തില്ലല്ലേ, നമുക്ക് നോക്കാം. അഡ്വക്കേറ്റ് ആണ്, അതുകൊണ്ട് തന്നെ അധികം തെറ്റുകൾ കാണിക്കാൻ സാധ്യതയില്ല. സ്വന്തം നിലപാടിൽ വാദിച്ച് ജയിക്കാനുള്ള കഴിവുണ്ടാകേണ്ട വ്യക്തിയാണ് അല്ലേ. അതെ. അപ്പം അടുത്ത നമ്മുടെ ഫേമസ് വ്യക്തിയാണ്, ഞാൻ കാത്തിരുന്ന ആളാണ് രേണുസുതി. എല്ലാരും കാത്തിരുന്ന ആളാണ് രേണുസുതി. അമ്മയൊക്കെ വീട്ടിലിങ്ങനെ പറഞ്ഞു രേണുസുതി ഉണ്ട്. എന്റെ അമ്മയും പറഞ്ഞു നമ്മുടെ അമ്മമാരുടെ മനസ്സിൽ അവര് വന്നു കഴിഞ്ഞു. കാരണം അവരുടെ യൂട്യൂബ് തുറക്കുമ്പോൾ അത്രയും ഈ രേണുസുതിയുടെ ഒരു എന്താ പറയാ ഒരു വീഡിയോസ് മാത്രമേ ഇന്റർവ്യൂ, അതേപോലെ മോഡലിംഗ്, അതേപോലെ ഒരുപാട് പാട്ട്, എല്ലാ തരത്തിലും ഇപ്പൊ ഫേമസ് ആണ് ആള് ഓൾ ഇൻ ഓൾ ആണ്. പുള്ളിക്കാരിയെ ചില കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ഇഷ്ടമല്ലെങ്കിലും മറ്റു ചില കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ഒരുപാട് വലിയ കോൺട്രവേഴ്സിയിൽ ഉള്ള ഒരാളാണ്. വെച്ചാൽ നെഗറ്റീവ്സും ഉണ്ട് പോസിറ്റീവ്സും ഉണ്ട്. കൂടുതൽ നെഗറ്റീവ്സ് വരുന്നുണ്ട്. സപ്പോർട്ട് നമ്മൾ പറയല്ലേ, നമ്മൾ അത്രത്തോളം വെറുത്ത് ഇപ്പൊ കുട്ടിശാക്കാരനോട് കുറച്ചൊരു ഇഷ്ടം തോന്നി തുടങ്ങി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് അല്ലെ. അവസാനം നമുക്ക് നോക്കാം ഇവിടെ വന്നിട്ട് എങ്ങനെയാണ് പുള്ളിക്കാരത്തെ ഒരുപാട് ലൈഫ് സ്റ്റോറി വെച്ച് നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരി ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം തോന്നുന്നു. ഒരുപാട് നേരിട്ട് എല്ലാവരുടെ വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ട് വാദിച്ച് ഈ ജീവിതത്തിലേ അങ്ങനെ നിൽക്കുന്ന ഒരാൾക്ക് ബിഗ് ബോസിനകത്ത് പോയാൽ ഇതൊക്കെ ഒരു പുഷ്പമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. രേണുസുതിയെ നമ്മൾ ബിഗ് ബോസ് അങ്ങ് ഏറ്റെടുത്തതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രത്തോളം ഒരു സപ്പോർട്ട്, അതായത് സോഷ്യൽ മീഡിയ സപ്പോർട്ടുള്ള ഒരു വ്യക്തി ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ വേറെ ഒരാളില്ല. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് മെമ്പർ അപ്പാനി ശരത്താണ്. അപ്പാനി ശരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ അമ്മയുടെ ജിമ്മിക്ക് കമ്മൽ എല്ലാവർക്കും അതുവഴി അറിയാം. പിന്നെ അങ്കമാലി ഡയറീസിലുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ചട്ടമ്പിയായിട്ടൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ്. ഇങ്ങനത്തെ ഫിലിംസിലൊക്കെ നമ്മൾ കുറച്ച് ഫേമസ്, ഒരുപാട് ഫിലിംസ് ഒന്നുമല്ല, പക്ഷെ ചെയ്ത ഫിലിംസിൽ ഒത്തിരി ഐക്കോണിക് ആയിട്ട് എല്ലാവർക്കും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടർ ചെയ്ത ഒരാളാണ് നമ്മുടെ അപ്പാനി ശരത്ത്. പിന്നെ കൂടുതൽ പേഴ്സണൽ ഡീറ്റെയിൽസ് അറിയത്തില്ല, കാരണം ട്രിവാൻഡ്രംകാരനാണ്. പക്ഷെ പുറത്ത് വിട്ടിട്ടില്ല, പേഴ്സണൽ ഡീറ്റെയിൽസ് നമുക്ക് പുറത്തറിയത്തില്ല. ആക്ടർ അല്ലേ, നമുക്ക് ഇതിന്റെ അകത്ത് വന്ന് അറിയാൻ പറ്റും എന്താണ്. ആക്ടർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു നിലപാടിൽ നിന്നും മോശമായ രീതിയിൽ ലോ ക്ലാസ്സിലേക്ക് പോകാൻ കഴിയില്ല. അത് ശ്രദ്ധിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മുടെ മണിക്കുട്ടന്റെ ഒക്കെ ഒരു ട്രാക്ക് പിടിക്കുകയാണെങ്കിൽ പക്ഷേ ഗപ്പടിക്കാൻ സാധ്യതയുള്ള ആളാണല്ലേ. ഉണ്ട് ഉറപ്പായിട്ട്. അപ്പൊ ഇവർ ഇത്രയും പേരാണ് നമ്മുടെ ഈ സീസൺ 7 പണി 8ന്റെ പണി അല്ല 7ന്റെ പണി എന്ന് ലാലേട്ടൻ പറഞ്ഞേക്കുന്ന 7ന്റെ പണി ഇവർക്കാണ് കിട്ടുന്നത്. അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ടാസ്കുകളൊക്കെ വരുമ്പോൾ ഇവർ എത്രത്തോളം ഫേക്കായിട്ട് നിന്നാലും ടാസ്കുകളുണ്ട്. ചില ടാസ്കുകൾ ആൾക്കാരെ ഇവരെ പർട്ടിക്കുലർലി ഇവരെ പോയിന്റ് ഔട്ട് ചെയ്യുന്ന ചില ടാസ്കുകളുണ്ട്. അവരെ ആ ഒളിച്ചു വെച്ചേക്കുന്ന ആ ഒരു മൈൻഡിനെ പുറത്തു കൊണ്ടുവരുത്താൻ വേണ്ടി. അപ്പോൾ ഉറപ്പാണ് എല്ലാവരുടെ സ്വഭാവം പുറത്തു വരുന്നിരിക്കും. നമുക്ക് വഴിയെ കാണാം, ഓരോ ദിവസവും ആരുടെയൊക്കെയാണ് പുറത്തു വരുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഡേ തന്നെ അവിടെ അടി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അതില് എന്തായാലും അനു ആണ് ഇരയായത് എന്ന് എനിക്കൊരു ചെറിയ റൂമർ കിട്ടിയിട്ടുണ്ട്. അതെ, എന്തായാലും ഇന്ന് രാത്രി നമുക്ക് കാത്തിരുന്ന് കാണാം ആരൊക്കെ തമ്മിലാണ് അവിടെ അടി നടന്നതെന്ന്. ഞാൻ പറഞ്ഞില്ലേ, അനു അവിടെ അതിജീവിക്കുമോ എന്നുള്ളതാണ് എനിക്ക് ആദ്യം അറിയേണ്ടത്. വർക്കൗട്ട് ആവൂല. ക്യൂട്ട്നെസ് വർക്കൗട്ട് ആവില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ് പ്ലേ അവിടെ ആരും ഇഷ്ടപ്പെടില്ല. നമ്മൾ ഇഷ്ടപ്പെടില്ല. അവരവരുടേതായ നിലപാടുകളിൽ ഉറച്ചു നിന്ന് നാക്ക് കൊണ്ട് വർക്ക് ചെയ്യാൻ കഴിയുന്ന ആൾക്കാർക്ക് മാത്രമെന്ന് പറയണ്ട. ലവ് ട്രാക്ക് ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ സംസാരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ലവ് ട്രാക്കിൽ കൂടെ പോയാലും കുഴപ്പമില്ല, സൈലന്റ് ആയിട്ട് പോയാലും അവസാനം വരെ നിൽക്കാം.
അപ്പം എന്താണെങ്കിലും നമുക്ക് കാത്തിരുന്ന് കാണാം ഗായ്സ്. നമ്മുടെ ലൈവ് ഉണ്ടായിരിക്കുന്നതാണ് രാത്രി. എല്ലാ ദിവസവും രാത്രി നമ്മുടെ ലൈവ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ബിഗ് ബോസ് തീരുന്നത് വരെയും നമ്മൾ ബിഗ് ബോസിനെ പറ്റിയും അതിൽ വിശകലനം ചെയ്യും. അതെ, ലൈവിൽ. അപ്പോ ബൈ ബൈ ഗൈസ്.